മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യം വാനവനൂനം, ഭക്തരിൽ വാത്സല്യം വാനവനൂനം. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിവൻ ഓർക്കുകിൽ സർവ്വ, നിത്യരാജാവിവൻ ഓർക്കുകിൽ സർവ്വ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ And when David knew that the writing was signed, അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ he went into his house and opened the windows, യെരുശലേമിന് നേരെ തുറന്നിരുന്നു. being open towards Jerusalem. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ He kneeled upon his knees 3 times a day and prayed and gave thanks before the God. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. Amen. Hallelujah. ഈ അനുഗ്രഹീതമായ തിരുവചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let us thank God for this wonderful word of God that God has given us this morning. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ വായിച്ച What we read വേദഭാഗം. this morning is an incident which happened in the life of a blessed saint of God. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വചനത്തിൽ കൂടെ വിടുതലും ആശ്വാസവും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that those people who have been praying and looking and seeking the face of God, that God would open his arms and hallelujah bless them this morning through this verse. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. The Lord is here in our midst to hear all our prayers this morning. ദൈവം നമ്മുടെ കണ്ണുനീരെ കാണുവാൻ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. The Lord is here to see our tears this morning. വേദനിക്കുന്നവരോട് കൂടെ വേദനിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ് എൻ്റെ കണ്ണുനീരുകൾ ഒപ്പും. He bears pain with those who are painful. He cries with those who are crying. That is the wonderful God that we serve this morning. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി തരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ പ്രഭാതത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Those who believe that the Lord will answer your prayers, that same God is here this morning and he will answer your prayers. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിചിതമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. Everybody who is sitting here is very familiar with the book of Daniel. 12 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. There are 12 chapters in this book. ഡാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപൻ The name of the എന്നുള്ളതാണ്. word Daniel means God is my judge. ആദ്യത്തെ 6 അധ്യായങ്ങൾ ദാനിയേലിൻ്റെയും തൻ്റെ കൂട്ടുകാരുടെയും വിശ്വാസത്തിൻ്റെയും പരിശോധനയുടെയും ചരിത്രങ്ങളാണ് 6 അധ്യായങ്ങൾ. The first 6 verses about Daniel, his friends, and the tribulations that they went through. 7 മുതലുള്ള അധ്യായങ്ങൾ വളരെ ദർശനങ്ങളെപ്പറ്റിയും ഭാവിയെപ്പറ്റിയുമുള്ള ചില ചിന്തകളാണ്
7 മുതലുള്ള അധ്യായങ്ങളിൽ From 7 രേഖപ്പെടുത്തിയിരിക്കുന്നു. downwards is about the visions and the dreams that God gave him about the future. ഈ പുസ്തകത്തിൽ വേൾഡ് ഹിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വേൾഡ് പൊളിറ്റിക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. There is world history in these chapters, there is world politics in these chapters. സെക്കുലർ മേഖലകളിൽ ഒരു ഭക്തിയോടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പുസ്തകം. This book is a good example how we can live a spiritual life in a secular world. ലോക ചരിത്രത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3-4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരോട് ഒരുമിച്ച് ജോലി ചെയ്ത ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ഇത്. You know, this story is about a person who has served many kings, prominent kings of that time, and lived a life pleasing unto God. ബാബിലോണിയ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നെബൂവിൻ്റെയും ബെൽഷസറിൻ്റെയും മേദ്യ പേർസ്യ, കോരഷ്, ദാര്യാവേഷ് എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവരോടൊരുമിച്ച് ഭരണമേഖലകളിൽ ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ദാനിയേലിൻ്റെ പുസ്തകം. Kings like Darius and Jairus and all these mighty kings was there, and he served all of them in those times. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും സഭക്കാരും പ്രിയപ്പെട്ടവരും കൂടെയില്ലെങ്കിലും ദൈവഭക്തിയോടെ എങ്ങനെ ജീവിക്കാമെന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ പുസ്തകമാണ് Even ദാനിയേലിന്റെ though പുസ്തകം. parents are not there, family not there, loved ones not there, dear ones not there, church not there, but still, how can you live a life pleasing unto God is what this book teaches us. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ബാബിലോണി രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ തകർത്തപ്പോൾ അവിടെ നിന്ന് ചില പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. We know the story when Nebuchadnezzar came and attacked Jerusalem. He took a lot of people captive into Babylon, and Daniel was a part of that captivity. അതിൽ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ എന്ന ഈ ചെറുപ്പക്കാരൻ. This Daniel was a part of those people who have been captured and taken to Babylon. ഏകദേശം അദ്ദേഹത്തിന് 15 വയസ്സുണ്ടായിരുന്നപ്പോൾ ആയിരിക്കാം ഇദ്ദേഹത്തെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. Probably when they took him, he was probably about 15 years old at that time. ഈ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദാനിയേലിന് ഏകദേശം 90 വയസ്സോളം ഉണ്ട്. By the end of this book, we understand that he's probably close to 90 years old. കാരണം 70 വർഷങ്ങളോളം ബാബിലോണിൽ ജനങ്ങൾ പ്രവാസത്തിൽ കഴിയേണ്ടതായിട്ട് വന്നു. Because 70 years these people were in captivity in Babylon. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ പ്രായമായ സന്ദർഭങ്ങൾ വരെ ഒരു രാജ്യത്ത് താമസിച്ച് അവിടെ പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ ചരിത്രമാണിത്. You know, he lived there from his young days till he got old, and this is the story of this person's life. നമുക്കറിയാം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ പരിശോധനകളുടെ ചരിത്രങ്ങളായിരുന്നു. We know that this is the time when they went through the testing times of their lives. ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നെബൂഖദ്നേസർ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി വെച്ചു. First thing we read that King Nebuchadnezzar made a big image of himself. അതിനെ ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും അദ്ദേഹം ഓർഡർ ഇട്ടു. He put an order that everybody must like it and comment on it. പക്ഷേ പല ആളുകളും ലൈക്ക് ചെയ്തു, പല ആളുകളും കമന്റ് ചെയ്തു. Many people liked it, many people commented on it. പക്ഷേ ആ ഇമേജിനെ ഡിസ്ലൈക്ക് പോലും ചെയ്യാതെ മൗനമായിട്ടിരുന്നവരായിരുന്നു ദാനിയേലിന്റെ കൂട്ടുകാർ. There was a group of people who did not even dislike that comment, that post, and that was Daniel and his friends. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിലതിന് ലൈക്ക് ചെയ്തില്ലെങ്കിൽ കമന്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ അൺഫ്രണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. This is the time when if we don't like or comment on certain things, those people will probably unfriend us. അതുകൊണ്ട് ഇവിടെയും ഇവരെ അൺഫ്രണ്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു വലിയ തീച്ചൂള ഉണ്ടാക്കി വെക്കുന്ന ചരിത്രമാണ് നമുക്കിതിന്റെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത്. In a way of unfriending them, we see that the king makes a big furnace to put these people into. എന്നാൽ ഈ ചെറുപ്പക്കാർ തീരുമാനിച്ചു, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും കമന്റ് ചെയ്യാൻ പോകുന്നില്ല. These children, they decided that whether our God frees us or not, we are not going to comment on this post. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ഇമേജിന് ഞങ്ങൾ ലൈക്ക് ചെയ്യില്ല. Even though the Lord delivers us or not, we are not put a like on this post. ഏറ്റവും ഒടുവിൽ അവരെ തീച്ചൂളയിലിടുന്ന സാഹചര്യമാണ് കാണുന്നത്. We read that they have been thrown into this furnace of fire. ശ്രദ്ധിക്കുക, ദൈവം തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാമെന്ന് അന്നേരം പറയുന്നില്ല. Let me be clear that God did not tell them that He is going to rescue them from the fire. ദൈവം തീച്ചൂളയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് കെടുത്താമെന്ന് പറയുന്നില്ല. God did not tell them that I will
pour the water and quench the fire. ദൈവം തീച്ചൂളയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ ഒതുക്കാമെന്നും പറയുന്നില്ല. God did not say that I will take care of those people who are dragging you to the fire. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം തീച്ചൂളയിൽ കൂടെ നടക്കുന്നവനാണ്. You know, the Bible teaches about a God who walks in the fire with us. ലോകത്തിലെ പല ദൈവങ്ങളും ഒതുക്കി അവിടെ പരാജയപ്പെടുത്തി അവരെ വിടുവിക്കുന്ന You ദൈവമാണ്. know, many gods and goddesses in the world, they take care of the people and they help you. എന്നാൽ നമ്മളുടെ ദൈവം കൂടെ തീയിൽ നമ്മളോട് കൂടെ Our വരുന്നവനാണ്. God is a God who will walk with us in the fire. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ ചില ശോധനകളിൽ വിടുതൽ ലഭിച്ചില്ലെങ്കിലും കൂടെ കർത്താവുണ്ട്. Hallelujah. Let me remind you, people who are here this morning, maybe you're going through troubled times. Hallelujah. These times, though the Lord does not deliver you, be assured He is there walking with you every step in this time. ചില കഷ്ടപ്പാടുകളിലും ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ വിടുതൽ ലഭിച്ചില്ലായിരിക്കാം, പക്ഷെ അവൻ കൂടെ നിൽക്കുന്നുണ്ട്. Hallelujah. In many of your troubles, many of your sicknesses, many of your problems, you may not get the deliverance, but be reminded He is with you in all these situations. എന്റെ ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല, അവൻ കൂടെ നിൽക്കുന്ന My God ദൈവമാണ്. is not a God who will stand afar and watch you. My God is a God who will walk with you every step. ഈ എരിയുന്ന തീച്ചൂളയിൽ ആ സഹോദരന്മാർക്ക് വേണ്ടി കൂടെ നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചില പ്രിയപ്പെട്ടവരുടെ The same മേലുണ്ട്. God who walked with Daniel and his friends in that fire, that same God's presence is here this morning. 1, 2, 3 അധ്യായങ്ങളിലൊക്കെ ദൈവം ഇവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Chapters 1, 2 and 3, God is preparing them. ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും പ്രിപ്പയർ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. You know, there are incidences when God prepares people. ചില പ്രിയപ്പെട്ടവരെ ദൈവം പ്രിപ്പയർ ചെയ്തത് മരുഭൂമിയിൽ ഇട്ടുകൊണ്ടാണ്. Some people God prepared by putting them into the wilderness. ചില പ്രിയപ്പെട്ടവരെ ദൈവം പ്രിപ്പയർ ചെയ്തത് പ്രിസണിൽ ഇട്ടുകൊണ്ടാണ്. Some people He prepared them by putting them into prison. ദൈവം ചില പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിദേശത്തെ ആരുമില്ലാത്ത സമൂഹത്തിലിട്ടുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. Some people sending them to places where there's nobody, and you know, in the loneliness God prepared them. ജീവിതത്തിൽ നിങ്ങളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ദൈവം പ്രിപ്പയർ ചെയ്യുന്ന അനുഭവങ്ങൾ പുതിയ പദ്ധതിക്കാണെന്ന് പകൽക്കാലം മനസ്സിലാക്കണം. Hallelujah. When God puts you in loneliness and prepare you, be remembered, be advised that God is preparing you. അത് ചിലപ്പോൾ മരുഭൂമിയായിരിക്കാം, ചിലപ്പോൾ ജയിലായിരിക്കാം, ചിലപ്പോൾ ഒറ്റപ്പെടുത്തലുകളായിരിക്കാം. അവിടെ എല്ലാം ദൈവം എന്നെയും നിങ്ങളെയും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It may be wilderness, it may be prison, it may be loneliness, but be reminded all this God is preparing you and He is with you. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സഹോദരന്മാർ ദാനിയേൽ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ടെമ്പിൾ ഇല്ല. You know, in the place where these people are saying the temple is not there. കാരണം ആരാധനാലയം അവർക്കില്ല, അവർക്ക് കൂടി വരുവാൻ ദേവാലയമില്ല. They don't have a place of worship together. They don't have a place to worship. രണ്ടാമതായിട്ട് അവർക്ക് സാക്ഷ്യം പറയാൻ, ടെസ്റ്റിമോണി പറയാനായിട്ട് അവരുടെ കൂടെ കൂട്ടുകാരില്ല, വീട്ടുകാരില്ല. They don't have the family or friends to share the testimony with. അപ്പോൾ ഇവർക്ക് ടെമ്പിൾ ഇല്ല, ടെസ്റ്റിമണി ഇല്ല, അതുപോലെ തന്നെ ടെസ്റ്റും ഇല്ല. You know, they have no temple, they have no testimony, they have no test. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ വചനം അല്ലെങ്കിൽ ആ പുസ്തകം അവർക്കില്ല. You know, they don't have the word of God with them. പക്ഷേ ടെസ്റ്റ് ഇല്ലെങ്കിലും ടെസ്റ്റിമണി ഇല്ലെങ്കിലും ടെമ്പിൾ ഇല്ലെങ്കിലും അവർ ഒരു ദൈവത്തിൽ അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചിരുന്നു. Yeah, they don't have the temple, they don't have the the testimony, or they don't have the text. Hallelujah. But the things when the parents taught them, that is there with them. അവരിൽ പകർന്നിരുന്ന ദൈവത്തിന്റെ വചനമാണ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലെല്ലാം അവരെ ദൈവം നിർത്തിയത്. The word of God with the parents embedded in them is what kept them going in this time of trial. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. Oh, hallelujah. What keeps us standing in the time of trouble and tribulation is the word of God that is within us. ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ കാറ്റുകളും ഓളങ്ങളും ഉണ്ടാകുമ്പോൾ പാറമേൽ അടിസ്ഥാനപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം എന്നെയും നിങ്ങളെയും നിർത്തുവാൻ പ്രാപ്തിയുള്ളതാണ്, ശക്തിയുള്ളതാണ്. If the word of God is within you, hallelujah, when the wind blows, when the tempest hits you, hallelujah, if you have put your foundation on the rock of Christ, you will never be moved, you will never be shaken. പ്രവാചക പുസ്തകം 6-ാം അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. We have read chapter 6 this morning. ഇപ്പോൾ ദാനിയേൽ അവിടെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലാണ്, ഹൈ ഒഫീഷ്യലാണ് അദ്ദേഹം. This is the time and Daniel has become a big official in that country this moment. രണ്ടാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ രാജാവിന് പ്രത്യേക താല്പര്യം ഈ ദാനിയേലിനോടുണ്ട്. The king of Media and Persia, he had a special favor with Daniel. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നതാണ് 6-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നത്. And he takes a decision to favor him. That is what you see in chapter 6. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്റെ മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാർ
തലവന്മാരെ നിയമിക്കാൻ ദാര്യാവേശ് തീരുമാനിക്കുന്നു. King Darius decided there would be 120 people here ruling. That be another and a few people over them to assist them. ശ്രദ്ധിക്കുക, ഇന്നത്തെ ഇറാനാണ്, അല്ലെങ്കിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈജിപ്തും എല്ലാം അടങ്ങുന്ന വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന ദാര്യാവേശ് ഒരു തീരുമാനമെടുക്കുകയാണ്. Today's Iran, Pakistan, India, all these people, all these areas together is a place where Darius ruled, and this king is making this decision. ഇതിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി 120 പേരെ ആക്കി അവരെ ഭരിക്കാൻ വേണ്ടി 3 പേരെ ആണ് മെയിൻ ഹൈ ഓഫീഷ്യൽസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. He has chosen 120 people to serve this big country, and to look after these 120 he has put another 3 supervisors over them. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. And verse 2 says Daniel was one of the two. ശ്രദ്ധിക്കുക, അമേരിക്കയെക്കാട്ടിലും ഇന്ത്യയെക്കാട്ടിലും വലിയൊരു സാമ്രാജ്യമായിട്ട് നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലെ 120 അധിപന്മാരുടെ ഹൈ ഒഫീഷ്യലായിട്ട് ദാനിയേലിനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. Remember, in a country that is bigger than America, where 120 people ruled, and Daniel is a supervisor over all these 320. അവനെ സർവ്വരാജ്യത്തിന്റെയും അധികാരിയാക്കി തീർക്കുവാനായിട്ട് ദാര്യാവേശിന് അവനോട് പ്രത്യേക ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അവനെ അവിടെ ആ എംപ്ലോയി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം രാജാവിന് തോന്നി. You know, Darius showed favor upon Daniel, and he made the head of the country was made Daniel. എന്നാൽ അവന് ലഭിക്കാൻ പോകുന്ന ആ പൊസിഷൻ മുഖാന്തരം ചില പ്രിയപ്പെട്ടവർക്ക് അവനോട് വിരോധമുണ്ടാകുകയാണ്. Since he was getting this position, many people were jealous of Daniel. ശ്രദ്ധിക്കുക, ദൈവം നമ്മെ ഓരോ പൊസിഷനിലാക്കി വരുമ്പോൾ അതിനെതിരായിട്ട് ശത്രുവിന്റെ വിവിധങ്ങളായിരിക്കുന്ന തന്ത്രങ്ങളുണ്ട്. Remember, when God puts you in positions, when the enemy will bring people to oppose you in that position. അവിടുത്തെ രാജാവാണ് തീരുമാനമെടുത്തിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാമെങ്കിലും ശത്രു വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ പൊസിഷൻ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. Even though the king is the one who made this position and put him here, the enemy is trying to create problems so that Daniel will not become the head over there. ദൈവജനത്തിന്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും എതിരായിട്ട് പ്രതികരിക്കുന്ന, പ്രതികൂലമായിട്ട് വ്യാപരിക്കുന്ന ഒരു ഇരുളിന്റെ ശക്തി, അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാ മേഖലകളിലുമുണ്ട്. In all areas of life, there is a power of darkness which is coming against the children of God when God tries to bless them. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്ന ദൈവമക്കൾ ഗ്രഹിക്കേണ്ടത്, നിന്നെയും എന്നെയും ഉയർത്തുവാനായിട്ട് ശ്രമിക്കുന്നതിന്റെ മധ്യത്തിൽ അതിനെതിരായിട്ട് പ്രതികൂലമായിട്ട് വ്യാപരിച്ചു നിൽക്കുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ ഉണ്ട്. അവരെ ഏത് കുറ്റവുമായിട്ട് വരും. This morning be reminded, when God tries to bless you and raise you and build you higher, there is a force of darkness that is working against what God is trying to do for you. രാജാവിന്റെ അടുക്കൽ വന്ന് ഒരു കുറ്റവും പറയാനായിട്ട് കണ്ടെത്തിയിട്ടില്ലാഞ്ഞിട്ടും ഇവന്റെ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ് കുറ്റവുമായിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് കൂട്ടുകാർ ചെല്ലുന്നത്. Fault against Daniel to come and complain to the king. They are trying to find faults in his spiritual life. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ. Paul is reminding you, you know the schemes of the devil. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ സ്മിർനാ സഭയോട് പറയുന്നത്, സാത്താൻ നിങ്ങളിൽ ചിലരെ 10 ദിവസത്തിലേക്ക് തടവിലാക്കുമെന്ന് പറയപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താന്യ വ്യാപാരമാണ്. That's why we read in the book of Revelation, God is speaking to the church of Smyrna and saying that, many of you are put in prison for 10 days, and that is the power of darkness. സ്മിർനയിലുള്ള പല പ്രിയപ്പെട്ടവരെയും തടവിലാക്കിയത് റോമ ഗവൺമെന്റ് ആണെങ്കിലും അതിന്റെ പിന്നിൽ വ്യാപരിച്ചത് സാത്താന്യ വ്യാപാരമാണ്. So many people are put in prison for 10 days by the rulers there. They must have done it, but the mind behind it was Satan. ഇന്ന് പകൽക്കാലം ദൈവജനത്തിനും ദൈവസഭയ്ക്കും എതിരായിട്ട് വ്യാപരിക്കുന്ന പാതാള ഗോപുരത്തിന്റെ ഇരുളിന്റെ വ്യാപാരങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ജനത്തിന് കഴിയണം. Today even there is a power of darkness fighting against the church from the back, and today's spiritual people need to understand it. നിന്റെയും നിന്റെ തലമുറകളുടെയും നന്മകൾ, വിദ്യാഭ്യാസം, ഉയർച്ച, ജോലി, ഇതിനെല്ലാം അസൂയ കണ്ടിട്ട് ദാനിയേലിനെ ഉയർത്താതിരിക്കാനായിട്ട് വ്യാപരിച്ച ചില സാത്താന്യ വ്യാപാരങ്ങൾ ഉള്ളതുപോലെ തന്നെ you and your children, when God is blessing them, there's powers of darkness who is coming against his blessing. The same power of darkness which came against
Daniel. തലമുറകളുടെ നന്മകൾക്കെതിരായിട്ട് നിൽക്കുന്ന അസൂയപ്പെടുത്തുന്ന ചില ശക്തികളുടെ മധ്യത്തിൽ പ്രാർത്ഥനയല്ലാതെ അതിനെ അതിജീവിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. When the power of darkness is working against your children, there is only one power that can fight it. That is the power of prayer. നീ ഉയർന്നു വരുമ്പോൾ, നീ ഉത്കൃഷ്ട മാനസനായി തീരുമ്പോൾ, നീ ഉയർച്ച പ്രാപിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ട് തകർക്കുന്ന ചില അസൂയയുടെ ശക്തികൾ ദാനിയേലിനെതിരായിട്ട് ഉയർന്നതുപോലെ ദൈവജനത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി, നിങ്ങളുടെ കുടുംബങ്ങൾക്കെതിരായി, തലമുറകൾക്കെതിരായി വ്യാപരിച്ചു നിൽക്കുന്ന ഇരുളുകളെ മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ടും ഇന്ന് പകൽക്കാലം കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്. അതിന്റെ മധ്യത്തിലാണ് കർത്താവ് ജയം നൽകി തരുന്നത്. When you succeed, when you progress, there are powers of darkness which is jealous of this, and these powers of darkness, they are trying to come against you. They are trying to subdue you. They are trying to defeat you. How many of you recognize this, and how many of you can pray against it? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് ഒരു ഇരുട്ടിലൂടെയുള്ള ഒരു യാത്രയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ഇരുട്ടിലും നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. Your journey of faith may be going through darkness today, but let me remind you, even in that darkness earlier, his light is walking with you every step of the way. ശ്രദ്ധിക്കുക, ഈ രാജാവ് നല്ല മനുഷ്യനായിരുന്നു. ഈ രാജാവ് ദാനിയേലിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ചില പ്രിയപ്പെട്ടവരുടെ ഇൻഫ്ലുവൻസ് മുഖാന്തരം ദാനിയേലിനെതിരായിട്ട് രേഖയുണ്ടാക്കുകയാണ്. Remember, this king was a good king. This king was a favorable king to Daniel, but there is a power of darkness that is working behind the schemes to bring Daniel down. നിന്നെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിനക്ക് അനുകൂലമായിരിക്കും നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ചില ശക്തികൾ പലപ്പോഴും അതിനെതിരായിട്ട് പ്രവർത്തിച്ച് രേഖ വിപരീതമാക്കത്തക്ക രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. There are people who are in favor of you. Maybe there are people who are nice to you. Maybe people are trying to bless you earlier. But be reminded, behind all that, there is a power of darkness that is working to pull you down. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സാത്താൻ വളരെ തന്ത്രശാലിയാണ്. നിനക്ക് അനുകൂലമായതിനെ പോലും വിപരീതമാക്കത്തക്ക രീതിയിൽ അവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ഉണരപ്പെടുവാൻ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ ഉണരപ്പെടുവാനായിട്ട് തയ്യാറാകണം. That's why the word of God reminds us, Satan has got many schemes and is working many schemes towards you. Be reminded to recognize these schemes and pray against it. നിന്റെ ഉയർച്ചയും നിന്റെ വളർച്ചയും നിന്റെ നന്മകൾക്കും എതിരായിട്ടൊക്കെ നിനക്ക് അനുകൂലമായ ആളുകളുണ്ടെങ്കിലും അതിനെ തിരുത്തുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ വ്യാപാരങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാനായിട്ട് ജനം എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കപ്പെടുന്നത്. To bless you, to raise you, to bring you higher. There are many people think that is in favor of you, but when these favorable things are with you, there is the unfavorable powers of darkness that is working against you. How many of you can raise up and pray against it this morning? ദാര്യാവേശം നിനക്ക് അനുകൂലമാകാം, ദാര്യാവേശന്റെ ഹൃദയം നിന്നോട് ചേർന്നതായിരിക്കാം. പക്ഷേ സാത്താൻ അവന് വിവിധങ്ങളായിരിക്കുന്ന തന്ത്രങ്ങളുണ്ട്. King Darius may be a good king. King Darius may be favorable to you, but be reminded there is a power of Satan working behind that. ആ രേഖയെ തിരുത്തുവാൻ ഒറ്റ മാർഗം മാത്രമേ ദാനിയേലിനുള്ളൂ, ദൈവസഭയ്ക്കുള്ളൂ, എനിക്കും നിങ്ങൾക്കുമുള്ളൂ. Oh, there is only one way that writing can be changed. Daniel knows it's only way. Daniel has only way, and the church today has only one way. രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്തത് അവൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. When he was told that the right thing is written, what did he do? He went back home. അവൻ മാളിക മുറിയുടെ കിളിവാതിൽ തുറക്കുകയാണ്. He went and opened the windows of the doors towards Jerusalem. ബാബിലോണിൽ അവന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് മാളികയുടെ കിളിവാതിൽ അവൻ തുറക്കുന്നു. He is in Babylon in the upper room, and he opens the windows. അവിടെ ഇരുന്നു കൊണ്ട് അവൻ യെരൂശലേമിന് നേരെ നോക്കുകയാണ്. And he is looking towards Jerusalem. ശ്രദ്ധിക്കുക, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം അവരുടെ ദേവാലയമുള്ള സ്ഥലമാണ്. For the Jews, Jerusalem is a place where the temple of God is. യെരൂശലേം എന്ന് പറയപ്പെടുന്ന ദൈവാരാധനയുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം. Jerusalem is a place of worship for them. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 Kings chapter 8 verse 44, it is written like this. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും വിടുവിക്കുകയും When you ചെയ്യും. have come in trouble, when this problem arises, if you look towards Jerusalem and pray, I will come down, I will help you, and I will deliver you. ഇപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ
വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Now Daniel is praying according to the promise of the word of God. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉയരത്തിൽ നിന്ന് എന്റെ കൃപകൾ നിന്റെ മേൽ പകരപ്പെടും. It's written in 1 Kings, if you look towards Jerusalem and you pray, I will come down and I will deliver you. യെരൂശലേം എന്ന് പറയപ്പെടുന്നത് ദൈവരാജ്യമാണ്, ദൈവസഭയാണ്, ദേവാലയമാണ്. Jerusalem is the kingdom of God, the temple of God, the presence of God. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദേവാലയം, ദൈവാരാധന, ദൈവരാജ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. The temple of God, the worship of God is number one. യെരൂശലേമായിരുന്നു അവരുടെ നന്മയുടെ എല്ലാ കേന്ദ്രവും എന്ന് പറയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ. In those times Jerusalem was the source of all the goodness, all the blessings. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നിന്റെയും എന്റെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. People of God who look towards the face of God, if you are praying according to the word of God this morning, be reminded God will work for you. എന്നോടും നിങ്ങളോടും ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് രേഖകൾ നിങ്ങൾക്കെതിരായിട്ട് ആരെല്ലാം എഴുതിയാലും നീ മാളിക മുറി തുറന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കും. This morning be reminded that God has given you a promise. No matter what the writing on the wall is, no matter what the writing is, hallelujah, if you pray towards God, God will come down and deliver you this morning. നിനക്കെതിരായിട്ട് എഴുതിയിരിക്കുന്ന, സൈൻ ചെയ്തിരിക്കുന്ന ഏത് ഡോക്യുമെന്റുകളെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഏക ശക്തി എന്ന് പറയപ്പെടുന്നത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ശക്തിയല്ല, അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. No matter what document is signed against you, hallelujah, it is not the power of Persia or Medians, hallelujah, not those kings, but the power of God is here, hallelujah, to change that writing for you, hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, എനിക്കെതിരായിട്ട് വന്നിരിക്കുന്ന എല്ലാ തീയമ്പുകളെയും ശത്രുവിന്റെ എല്ലാ അഗ്നികളെയും മാറ്റുവാൻ കഴിയുന്ന പ്രാർത്ഥന ഉയരട്ടെ ഇന്ന് പകൽക്കാലം. Hallelujah, this morning let that power of prayer rise. ഹല്ലേലൂയ. വാഗ്ദത്തം പറഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചാട്ടെ, എന്നെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, എന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. വിശ്വസിച്ച് വാഗ്ദത്തത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദുരാബലഗടകൾ ഹർദലജലഗടകൾ ഹല്ലേലൂയ. 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 യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ദുരബലഗടകൾ ഹദുരജലഗടകൾ ഹർദലജലഗടകൾ ഹല്ലേലൂയ. 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 ഹുറാബാബാ. Shamdera veda vala vala shaudara kharavada vala vala shaudera veda vala vala shaudara kharavada vala vala. We worship you, Lord, we glorify your name. Hallelujah. Shaudara udala vaudera khera veda vala vala shaudara vada vala vala shamdera udala vaudara kharavada. Oh, we worship you, King, we worship you, Lord. Hallelujah. We worship you, Master Lord. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും വൻഭാരങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ ഗസഗീകളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. ദാനിയേൽ തൻ്റെ വീട് വീണ്ടും ആരാധനയുടെ ഒരു സ്ഥലമാക്കി മാറ്റി. Daniel changed or created his house into a place of worship.
പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭവനങ്ങൾ പ്രാർത്ഥനാലയമായി മാറണം. In your times of trouble, let your houses be turned into places of worship. രേഖ വിപരീതമായിരിക്കുമ്പോൾ ഭവനങ്ങൾ പ്രാർത്ഥനയിൽ ഉയരണം. When the right thing is against you, let your houses be the house of prayer. അനുകൂലമല്ലാത്ത സാഹചര്യം ജീവിതത്തിന് മേലാഞ്ഞടിക്കുമ്പോൾ ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ ശക്തമായി ഉയരണം. When situations and atmosphere rise up against you, let your houses be turned into prayerful houses. രാജ്യവും നിയമങ്ങളും വ്യക്തികളും പ്രതികൂലമായി നിൽക്കുമ്പോൾ പ്രാർത്ഥന ഉയർന്നാൽ തടയാൻ ആർക്കും കഴിയത്തില്ല. Oh, when the places turn against you, the power of worship, Aliyah, nobody can stop that. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ദൈവസന്നിധിയിലെ നിന്റെ പ്രാർത്ഥന രാജാവിനെ പോലും മാറ്റിമറിക്കുന്നതാണ്. Even though you are alone, if nobody is with you, but the power of prayer can change the heart of kings. നിയമങ്ങളെ പോലും മാറ്റിമറിക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൃപ ചൊരിയും. Oh, your prayer, the God of heaven will shower the grace that it can change any situation. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം I ചെയ്യുകയാണ്. thank God for those people who believe this. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം. Here it is written, as he usually does, he went and did that 3 times a day. എന്നെ സന്തോഷിപ്പിച്ചത് ഇത്രമാത്രം ജോലി തിരക്കുണ്ടായിരുന്ന മനുഷ്യനായിട്ടും താൻ ചെയ്തു വന്ന കാര്യമാണ് പ്രാർത്ഥന What എന്നുള്ളത്. really pleased me is though Daniel was a busy man, what he did in life, he prayed 3 times a day. അദ്ദേഹം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. Morning, afternoon and evening, he will raise his voice towards the God and pray. ജീവിതത്തിന്റെ തിരക്കുള്ള നിമിഷങ്ങളിലും ഒഴിവാക്കാതിരിക്കേണ്ടതാണ് പ്രാർത്ഥന എന്നുള്ളത്. Even in your types of busy schedule, there is one thing you should not leave out, that is the time of prayer. നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും നിങ്ങൾ ബിസി ആയിരിക്കാം, പക്ഷേ ഒഴിവാക്കാതിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം പ്രാർത്ഥന എന്നുള്ളതാണ്. In your busy schedule, you might be a very busy man, but let me remind you, do not ever take out the time of prayer from your life. ഇവിടെ ദാനിയേൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ വാഗ്ദത്ത പ്രകാരം പ്രാർത്ഥിക്കുകയാണ്. Here it says Daniel prayed 3 times according to the promise of God. ശ്രദ്ധിക്കുക, ഒന്നാമതായിട്ട് പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭവനം പ്രാർത്ഥനയ്ക്കായിട്ട് തുറക്കുക. Oh, in your times of trouble, open your houses to be houses of prayer. ദാനിയേലിനെതിരായിട്ട് പലവിധമായ 3 W ആണ് ദാനിയേലിനെതിരായിട്ട് There are 3 കൊണ്ടുവരാൻ W's which rose against Daniel. 3 W വൈൻ, വിമൺ, Wine, wealth. women and wealth. These 3 W's rose up against Daniel. ഈ വിഷയങ്ങളാണ് ഇന്നും മനുഷ്യനെതിരായിട്ട് കുറ്റാരോപണവുമായിട്ട് വരുന്നത്. These are the same 3 W's which come against people this morning. ഇവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു കുറ്റവും ദാനിയേലിനെ കണ്ടുപിടിക്കാൻ In this കഴിഞ്ഞില്ല. chapter 6, they could not find a single fault against Daniel. വൈനിലും വെൽത്തിലും വിമനിലും ഒന്നും അദ്ദേഹത്തെ ആർക്കും തളർത്താനായിട്ട് കഴിഞ്ഞില്ല. Nobody could accuse him regarding wine, woman and wealth. എന്നാൽ ഭക്തനാണെങ്കിലും തനിക്കിപ്പോൾ നിയമം Even എതിരായിരിക്കുകയാണ്. though he is a saint, the rules are against him. ഭക്തനാണെങ്കിലും തനിക്കെതിരായിട്ട് ഇപ്പോൾ രേഖ എഴുതി വെച്ചിരിക്കുകയാണ്. He is a saintly person, but the writing is against him. നീ ചിലപ്പോൾ ഭക്തനായിരിക്കാം, പക്ഷേ ചിലപ്പോൾ നിയമങ്ങൾ You നിനക്കെതിരാകാം. might be a saint, but the laws will come against you. ഒരു വ്യക്തി ഭക്തനാണെങ്കിൽ പോലും അവനെതിരായി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. Even a person in spiritual situation can rise against him. പക്ഷേ ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. But your prayer can overcome all the situations. അതുകൊണ്ടാണ് താൻ വാഗ്ദത്ത പ്രകാരം ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. That's why according to the word of God, according to the promise, he is praying in the presence of God. മാളികമുറി തുറന്ന് യെരുശലേമിനെ നോക്കി താൻ He പ്രാർത്ഥിക്കുകയാണ്. opened the windows of his house, looking towards Jerusalem. He is praying. ശലോമോൻ പറഞ്ഞതുപോലെ വാഗ്ദത്ത പ്രകാരം നീ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും. As Solomon said, if you pray according to the promise of God, God will deliver you. ഇന്ന് പകൽക്കാലം വാഗ്ദത്ത പ്രകാരം ആരെല്ലാം പ്രാർത്ഥിക്കുന്നോ വിടുതലുമായിട്ട് ദൈവം Those who എഴുന്നള്ളി pray വന്നിട്ടുണ്ട്. according to the promise of God, the word of God,
the deliverance is sure for you. എന്നോടും നിങ്ങളോടും ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. Oh, let the Spirit of God give you the grace to hold on to the promises which God has given you and pray according to it. ഇത്രമാത്രം ജോലി തിരക്കുണ്ടായിരുന്ന മനുഷ്യൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. It is said that Daniel was such a busy person, but he took out time to pray 3 times a day. പ്രശ്നമുണ്ടായപ്പോൾ മാത്രമല്ല താൻ പ്രാർത്ഥിച്ചത്, പ്രശ്നമുണ്ടാകുന്നതിന് മുൻപ് നല്ല പ്രൊഫഷനിൽ ഇരിക്കുമ്പോഴും താൻ പ്രാർത്ഥിച്ചു. He did not start praying when he was in travel. Even when he was in a good position, in those days also he would pray. ജീവിതത്തിന്റെ ദുഃഖ സമയങ്ങളിൽ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവം തരുന്ന പച്ചയായ പുൽപ്പുറങ്ങളിലും പ്രാർത്ഥിക്കാൻ കഴിയണം. It is not only when you are in trouble that you need to pray. Even in your green, situations of your life, you need to pray. നീ പച്ചയായ പുൽപ്പുറങ്ങളിൽ കഴിയപ്പെടുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് നിന്നെ കൂരിരുളിന്റെ താഴ്വരകളിൽ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. You are walking in the valley of greenness. You don't know when you are going to be put into the tower of darkness. സുഖവും സമൃദ്ധിയും സമ്പത്തും ഉള്ളപ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വേദനയുടെ സന്ദർഭത്തിൽ നിനക്ക് പ്രാർത്ഥിപ്പാൻ മടുപ്പുണ്ടാകത്തില്ല. If you have a habit of praying in the good times, it will not be difficult for you to pray in the bad times. ദാനിയേലിന് ഇവിടെ മാതാപിതാക്കളില്ല, ബന്ധുമിത്രാദികളില്ല, കൂട്ടുകാരില്ല, ഒറ്റയ്ക്ക് ഏകനായിട്ട് താൻ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. Here, Daniel doesn't have his family, doesn't have his loved ones, doesn't have his parents. He's all alone in his room praying unto the Lord. ആരും നിന്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. നിന്നോട് കൂടെ ദൈവമുണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും ശക്തനാ. If the Lord is with you, I can do all things through Christ who strengthens me. നിയമങ്ങൾ മുഴുവനും നിനക്കെതിരാണ്. ഒരു നല്ല പൊസിഷനിൽ ഇരുന്ന വ്യക്തിയാണ് നീ, പക്ഷെ ഇപ്പോൾ നിന്റെ കൂടെ ആരും കൂടെ നിൽക്കാനില്ല. You are a person in good position. All things are for you earlier, but now things have turned around for you. അവനവന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അടുത്ത മറുപടി അവനെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയുകയാണ്. When he decided to pray, the next answer is he was thrown into the pit of lions. എത്ര ദിവസങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ട് അവനെ എറിഞ്ഞത് ഒരു സിംഹത്തിന്റെ കുഴിയിലേക്കാണ്. He prayed, we don't know, but the result of his prayer was he was thrown in the lions. പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളുടെ മറുപടികൾ ശോധനമാണല്ലോ, വേദനയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. You might think that though I'm praying earlier, the result I'm getting is painful. You might think that. ചില ദിവസങ്ങളായിട്ട് മുട്ടിന്മേലിരുന്നു കൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മുട്ടിന്മേലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും തന്റെ വിഷയം സിംഹത്തിന്റെ മടയിലേക്കാണ് ചെന്ന് വീഴുന്നത്. He was on his knees for morning, afternoon, evening, 3 times a day. I don't know for how long, but the result he got was the lion's den. പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളൊക്കെ ചെന്ന് വീഴുന്നത് സിംഹക്കൂട്ടിലേക്കും എരിയുന്ന തീച്ചൂളയിലേക്കും ആണെങ്കിലും മറക്കണ്ട, തീച്ചൂളയിലും സിംഹക്കുഴിയിലും ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. When you pray, hallelujah, you might have prayed for a long time, but the result you might get, maybe it's a lion's den, maybe it's a furnace of fire, but be reminded, even in the lion's den, even in the furnace of fire, the Lord is with you. ദാനിയേൽ പറയുന്നത്, എന്റെ ദൈവം ആ സിംഹത്തിന്റെ വായ അടച്ചുവെങ്കിൽ. The Daniel says, if my God can shut the mouth of the lions. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ചിലതിനെയൊക്കെ അടയ്ക്കുവാനും ചിലതിനെയൊക്കെ തുറക്കുവാനും ദൈവത്തിന് കഴിയും. This morning be reminded, my God can shut down certain things, my God can open certain things for those people who pray. നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് ചിലതിനെയൊക്കെ അടയ്ക്കുവാൻ കഴിയും, ദൈവത്തിന് ചിലതിനെയൊക്കെ തുറക്കുവാനായിട്ട് By കഴിയും. your prayers, God can shut down certain things. By your prayers, God can open certain things. ആ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്ന ആ വലിയ സമൂഹം അവർക്ക് മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതിരിക്കുമ്പോൾ ഒരു വലിയ ശക്തി ആ ചെങ്കടലിന്റെ മേൽ അടിച്ചു. The people who are on the other side of the Red Sea, there's no way of going through, but a mighty wind was blown for them. പ്രാർത്ഥിക്കുന്ന മോശയുടെ മുൻപിൽ ആ ഒരു വലിയ അത്യുന്ന ശക്തി അടിച്ചിട്ട് ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. For the praying Moses, a big power of the wind was there which parted the Red Sea. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ഗർഭവതികളും വയോധികരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അക്കരെ എത്തുവോളം ആ കാറ്റ് അങ്ങനെ അടിച്ചോണ്ട് നിന്നു. Till all the children, the pregnant people, the old people, till everybody crossed over, that power of God was there holding the waters. അവരുടെ കാലിലെങ്ങും ഒരു നനവ് പറ്റാതെ ചെളി പറ്റാതെ അക്കരെ എത്തുവോളം അതൊരു വലിയ ചിറയായി നിന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തുറന്നു നിൽക്കേണ്ടതും അടഞ്ഞു നിൽക്കേണ്ടതും തുറക്കുവാൻ ദൈവം ശക്തനാ. If they could walk across his dry land earlier, be reminded this day earlier, the power of God is there standing for you.
you, working for you this morning. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി സിംഹത്തിന്റെ വായടച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടയ്ക്കുവാനും തുറക്കുവാനും This കഴിയുന്നു. morning, Aliyah, be reminded, if you are a praying person, the same God who shut the lion's mouth, He's here this morning, here to bless you, to hear your prayer, to work for you. ദാവീദിന്റെ താക്കോലുള്ളവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും What കഴിയത്തില്ല. was the keys of David? Hallelujah. If he shuts something, nobody can open it. If he opens something, nobody can shut it. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനാ. Oh, this morning, say boldly, Aliyah, my God is able to open for me. എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അടയ്ക്കുവാനും ശക്തനാ. Oh, my God is able to shut for me. ദൈവം അടയ്ക്കുന്ന വഴികൾക്കായിട്ട് സ്തോത്രം I ചെയ്യാം. thank God for the doors which God shut down. ദൈവം തുറക്കുന്ന വഴികൾക്കായി സ്തോത്രം I ചെയ്യാം. thank God for the ways God has opened. നമ്മൾ കടന്നു പോകുന്ന ഭാരമേറിയ സിംഹക്കുഴിക്കായി സ്തോത്രം I ചെയ്യാം. thank God for all those lions that experiences. that നീ we are കടന്നു going to- പോകുന്ന തീച്ചുളയ്ക്കായി സ്തോത്രം ചെയ്യാം. Oh, I thank God for the fiery experiences. അഗ്നിയിലും സിംഹക്കൂട്ടിലും നിന്നോട് കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യം. Hallelujah, the same presence of God which is the lion's den, which is ഉറാബലാല the blazing ഗടഗല ഗദുര ജല fire. ഗടഗൽ അദ്ദര ജല ഗടഗൽ ഗദുര ജല ഗടഗൽ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉറാബല ഗടഗൽ ഗദുര ജല ഗടഗൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. ഉറാബല ബല Glory unto the ഗടഗൽ name of the Lord. Glory unto the name ഹല്ലേലൂയ of the Lord. ഹല്ലേലൂയ ഹല്ലേലൂയ. Master, we thank you, Master. ദൈവം ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിക്കുകയാണ്. The Lord delivers Daniel from the lion's den. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ദൈവം എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്നും വിടുവിച്ചു. Here it is written, He delivered me from the mouth of the lions. മാത്രമല്ല രാജാവ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. Not only that, the king brings out a proclamation. ആ പ്രഖ്യാപനം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. That proclamation is written in the last verses. സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷകൾക്കും എഴുതി പറയുകയാണ്, ദാനിയേലിൻ്റെ ദൈവത്തോടെ ഭയഭക്തിയോടെ നിങ്ങൾ കഴിയണം. He's telling to all the nations, all the people around, everybody pay homage to the God of Daniel. ശ്രദ്ധിക്കുക, ലോക സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ സാമ്രാജ്യമായിരുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ രാജാവ് ദാര്യാവേശ് ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിയമം മാറ്റിവെക്കുകയാണ്. The second biggest kingdom was a kingdom of King Darius, and King Darius is making this proclamation. ദാനിയേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് താൻ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. Oh, he's putting out a proclamation. Everybody must honor the God of Daniel. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്നെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. God is able to honor you in front of those people who disregarded you. നീ തലകുനിച്ച് നിന്നിരുന്ന മേഖലകളിൽ നിന്റെ തല ഉയർത്തി നിർത്തുവാൻ ദൈവം God പ്രാർത്ഥന. is able to lift up your heads in those places where you had to bow your head. നീ ശത്രു സംഹാരം നടത്തണ്ട, നീ ഒന്നും ചെയ്യേണ്ട, ദൈവം ക്രമീകരണങ്ങൾ You don't ചെയ്യും. need to fight, you don't need to argue. The Lord, God will do it for you. കാരണം നീ സേവിക്കുന്ന ദൈവത്തെ പറ്റി ഇവിടെ ദാര്യാവേശ് പറയുന്നത് ജീവനുള്ള ദൈവമെന്നാ. You know what King Darius is saying about the king that you serve, God that you serve, he is a living God. ഈ രാജാവ് പറയുന്നത് ആ രാജാവിന്റെ രാജത്വം നശിച്ചു This പോകത്തില്ലെന്നാ. king is saying that the kingdom of that king will never end. ആ രാജാവ് പറയുന്ന അവന്റെ ആധിപത്യം അവസാനം വരെ ആകുന്നു എന്നാ. He's saying the kingdom of that king is forever and ever. ഒരു ലോകത്തിന്റെ ഭരണകർത്താവ് പറയുകയാണ് അവന്റേതാണ് രാജാവ്. Hallelujah. When the ruler of this world is saying that he is the king. സമൂഹം മൊത്തം തന്നെ നിന്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ആ രാജാവ് തന്നെ വിളിച്ചു പറയുകയാണ്, ഇവൻ ശ്രേഷ്ഠനാണ്, ഇവൻ ഉത്കൃഷ്ട When മാനസനാണ്. all the people trying to destroy you, he is calling out saying that king is great, that king is forever. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഭയപ്പെടേണ്ട, അവൻ എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. Children of God, fear not, he is with you and me. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Chapter 6 of Daniel is ending like this. ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു.
So Daniel's prosperity of the reign of Darius and the reign of Persia were great. ശ്രദ്ധിക്കുക, രാജ്യങ്ങൾ വരാം, സാമ്രാജ്യങ്ങൾ വരാം, വ്യക്തികൾ വരാം, പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. Kingdoms may come, problems may come, difficulties may come. രാജാക്കന്മാർ മാറും, ഭരണങ്ങൾ മാറും, വ്യക്തികൾ മാറും, പക്ഷേ നിന്റെ ദൈവം മാറത്തില്ല. Kings will move away, kingdoms will move away, people will move away, but God is unshakable, unmovable. അന്നത്തെ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ദാനിയേൽ ഉത്കൃഷ്ടമാനസനായി തീർന്നു. In the time of those 4 kings of those days, Daniel stood strong. ബാബിലോണ്യ സാമ്രാജ്യത്തിലെ നെബുവിന്റെ കാലഘട്ടത്തിലും, ബെൽഷസറിന്റെ കാലഘട്ടത്തിലും, ദാര്യാവേശിന്റെ കാലഘട്ടത്തിലും, കോരശിന്റെ കാലഘട്ടത്തിലും ദാനിയേലായിട്ട് തന്നെ തുടർന്നു. In the time of all the Persian kings earlier, King Darius, King Koresh, all those kings, Daniel remained Daniel. കാരണം ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നുള്ളതാണ്. Because the meaning of the word Daniel is God is my judge. ദൈവം നിന്റെ ന്യായാധിപനാണെങ്കിൽ നിനക്ക് വേണ്ടി ന്യായം തീർപ്പിക്കുന്നത് ദൈവമാണ്. If God is your judge, God is the one who's going to proclaim judgment on you. ദൈവമാണ് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. God is the one who's going to do things for you. ആരെല്ലാം നിനക്കെതിരായി എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയാലും ദൈവം ജഡ്ജ് ആണെങ്കിൽ നിനക്ക് വേണ്ടി വിധിയെടുത്ത് നടക്കും. What schemes people rise up against you, if God is your judge, He will make judgment for you. കാലങ്ങൾ കഴിയും, തീക്കുണ്ടമുണ്ടാകും, സിംഹക്കുഴി ഉണ്ടാകും, പക്ഷേ ചരിത്രങ്ങൾ മാറി മറിയും. Oh, times will pass away. The lights then may come, the fiery furnace may come, but God's judgment will remain. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞാട്ടെ, ദൈവം എന്നോട് കൂടെയുണ്ട്. And everybody who is here say boldly, God is with me. ദാനിയേലിന്റെ ദൈവം എന്റെ ദൈവമാണ്. The God of Daniel is my God. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Everyone who will stand in the presence of God. സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ച അതേ ദൈവത്തിന്റെ സാന്നിധ്യം, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ പാട്ടുപാടി കർത്താവിനെ നമുക്ക് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടാം. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, ചുള നിന്നെ മുടിയെന്നാലും ഭയപ്പെടേണ്ടി. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, ചുള നിന്നെ മുടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ
കൂടെ നടക്കും കൂടെ വസിക്കും. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. തിച്ചുള നിന്നെ മുടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. തിച്ചുള നിന്നെ മുടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അവൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അവൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അവൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.